മാത്താച്ചൻ സാറിന്റെ വീട് ഇതല്ലേ? മാത്താച്ചൻ സാറിന്റെ വീട് ഇത് തന്നെയല്ലേ? വരുന്ന വിവരം ഗോപാലകൃഷ്ണൻ വിളിച്ചു പറഞ്ഞിരുന്നു. ഞാനാണ് മാത്തച്ചൻ. അച്ഛാ നമസ്കാരം. ഞാൻ കുമാർ. സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല ഇല്ല ഇല്ല. ഇത് എന്റെ ഭാര്യ ദേവ്ജാനി. നമസ്കാരം. നിങ്ങളുടെ പഴയ മുതലാളി ഗോപാലകൃഷ്ണൻ എന്റെ അടുത്ത സുഹൃത്താ. കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ടല്ലോ. സൗകര്യങ്ങൾ കുറവാ, പക്ഷേ ഈ ചുറ്റുവട്ടത്തെ മറ്റു വീടുകൾ വെച്ച് നോക്കുമ്പോ വാടകയും കുറവാ. സ്വദേശം ബംഗാളാണല്ലേ? അതെ അതെ. കേരളത്തിലെത്തിയിട്ട് 3 വർഷം കഴിഞ്ഞു. ഓ, മലയാളം എനിക്കറിയാം. ഇവൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. കേട്ടാൻ മനസ്സിലാവും. പുതിയ ജോലി വല്ലതും? ഇല്ല, നോക്കുന്നുണ്ട്. സാരമില്ല, എല്ലാം ശരിയാവും. വരൂ, വീട് ഞാൻ കാണിച്ചു തരാം. ഓ, സാധനങ്ങൾ ഇറക്കാനുണ്ടല്ലേ? ഇത് ജോപ്പൻ, ഇവിടെ താമസക്കാരനാ. വേറെ 2 പേരും കൂടി ഉണ്ട്. പുതിയ വാടകക്കാരാ, ബംഗാളികളാ. നമ്മുടെ നമ്പീശൻ ചേട്ടന്റെ മുറി ഒഴിഞ്ഞ് കിടക്കുന്നുണ്ടല്ലോ, ഒന്നിങ്ങോട്ട് വാ. സാധനങ്ങളൊക്കെ ഇറക്കി കൊടുക്ക്. ഞാൻ നിങ്ങളെ ഇറക്കിക്കോ, ഞാൻ ഇപ്പൊ വരാം. ഞാൻ പറഞ്ഞല്ലോ, സൗകര്യങ്ങളൊക്കെ കുറച്ച് കുറവാ. പാചകം സ്റ്റൗലായിരിക്കും അല്ലേ? അത് ഇവിടെ ആകാം. ഇത് ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാം. ഇതിന്റെ അപ്പുറത്തെ മുറിയിലാ ഞാൻ പറഞ്ഞ 3 ചെറുപ്പക്കാർ താമസിക്കുന്നേ. വരൂ. കുറച്ച് ചെലന്തി വലയൊക്കെ ഉണ്ട്, ഒന്ന് അടിച്ചാൽ ശരിയാവും. അപ്പൊ പിന്നെ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്റെ ഭാര്യ ലിസിയോട് പറഞ്ഞാൽ മതി. കുറച്ച് കഴിഞ്ഞാൽ വരും, അവള് പരിചയപ്പെടാൻ. ബാത്റൂം ഇവിടെ തന്നെയുണ്ട്, കോമണാ. എടാ സിബി, ഒന്ന് കണ്ടു വന്നേ. ഇന്നു മുതൽ നിങ്ങൾക്ക് പുതിയ ആൾക്കാരായി, പുതിയ താമസക്കാരാ, ബംഗാളി സ്വദേശികളാ. ഇത് കുമാർ, ഭാര്യ ദേവയാനി. ഇത് സിബി, അപ്പുറത്തെ മുറിയിലെ. ഇനി ഒരാൾ കൂടി ഉണ്ട്. വേറെ കുറച്ച് സാധനങ്ങളുണ്ട്, ഒന്ന് ഇറക്കാൻ സഹായിക്കടാ. എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാ. আমি ওইদিকে যাচ্ছি। ঠিক আছে, গিয়ে এসো। മലരെ നിന്നെ കാണാതിരുന്ന് കണ്ട് കണ്ട് മലരെല്ലാം കണ്ട്. അതേത് മലര്? ഇല്ല. നീ അങ്ങോട്ട് ഈ ചാക്കും കസേരയില്ലേ? നമ്പീശന്റെ മുറിയിൽ പുതിയ താമസക്കാരൻ വന്നടാ. അതെ, ഒരു ബംഗാളി ഫാമിലി, ഭാര്യയും ഭർത്താവും. ഭാര്യ കാണണം. ഒരു സാരിയെ കൊടുത്തിട്ടാണോ? കക്കൂസിന്ന് വരുമ്പോ കണ്ട്. എന്നാ കണ്ട്? ഞാൻ കക്കൂസിന്ന് വരുമ്പോ അവരെ കണ്ടെന്നു. എന്ത്? എടാ, കക്കൂസിന്ന് കണ്ടെന്നു. നീ ചെന്ന് സാധനം എപ്പോ സഹായിച്ചെന്ന് ചോദിച്ചാ മതി. ദേവയാനി എന്നാണല്ലേ പേര്? അല്ല, ഈ ചട്ടിയും കല ഇത് ഇവിടെ ഈ ബംഗാളിലാണോ സ്വദേശം? ഈ ബംഗാളിൽ എവിടെയായിട്ട് വരും? বেঙ্গলের দীঘা প্রদেশের কুঞ্জগ্রাম। আর তোমার? তোমার എന്നാ তোমার বাড়ি? ഇല്ല. ഭാരത് മാതയ്ക്ക് ജയ്. ദണ്ഡാപാനി മത് കരോ. അപ്പൊ പിന്നെ കാണാം അല്ലേ? কালকে একটু বাজার যেতে হবে। রান্নার জন্য ভালো কিছু বাসন কিনতে হবে। বাইরের জন্য একটা পাপোশও কিনতে হবে। শাড়ির কালার চলে গেছে। বাড়িতে পরার জন্য 2-3টে শাড়ি কিনতে হবে। আমার হাতে পয়সা আস্তে আস্তে কমে যাচ্ছে, একটু দেখে সঙ্গে চলো। কি দেখে চলবো? আর দেখার জন্য না খেয়ে থাকতে হবে। আর তুমি কি করবে? কাজ নেই তো পয়সা নেই। তুমি নতুন কাজ খোঁজো। আজ তো অনেক খুঁজছি, অনেক মানুষকে বলছি, বিল্ডিং এর অনেক লেবার কাজ আসছে, কিন্তু কোনো ক্লার্ক চাহিদা নেই। বুকের ব্যথা না থাকলে পাথর তোলার কাজ পেতাম। শরীর সুস্থ নেই,
তো টাকাও নেই। তুমি আমার সাথে চলে এসছো, তার জন্য মনে দুঃখ হয়েছে? লাইট বন্ধ করো। എന്നാ സംസാരമാണ്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഒരു അനക്കമില്ലെന്നേ. എന്നാടാ നിന്റെ ഒന്നും ചെയ്തുകൊണ്ട് വെച്ചിട്ടൊന്നും കിട്ടിയില്ലേ? പിന്നെ അവക്കൊന്നൊരു മൂടില്ല, നാളെ മതി എന്ന് പറഞ്ഞു. എന്നതായാലും നാളെ പാല് കാച്ചിന് വിളിച്ചല്ലോ, അപ്പൊ ഞാനൊന്ന് കൊളുത്തി നോക്കും. കൊളുത്തി അവസാനം നിന്റെയൊക്കെ കഴുത്തിൽ ബംഗാളി കത്തി കൊടുത്താൽ നോക്കി. പേടിപ്പിക്കല്ലേ, ഈ കാര്യത്തിൽ ഞാനൊരു പുലിയാണെന്ന് നിനക്ക് മനസ്സിലാക്കി തരാം. പോയി കിടന്ന് ഉറങ്ങടാ. പോടാ പോടാ. അറിയിക്കോടാ തിബിച്ച. ആദ്യമായിട്ടൊരു ബംഗാളി ചായ കുടിക്കുന്നത് നന്നായിട്ട് ചേച്ചി. അതെ, നല്ല ചായ. ഞാനതങ്ങ് പറയാൻ വരുമായിരുന്നു. ചായ അവാൽ ഉണ്ടാക്കിയതല്ല, ഞാൻ ഉണ്ടാക്കിയതാ. ചായ ഇടാൻ ഞാനാ മിടുക്കാൻ. ചോറും കറിയൊക്കെ കഴിക്കാറുണ്ടോ? ഇതെന്ത് ചോദ്യമാണ്? ഈ നാട്ടിൽ വന്നിട്ട് 3 വർഷം കഴിഞ്ഞു. ഇപ്പോ ഇവിടത്തെ രീതിയിലുള്ള ഭക്ഷണമേ കഴിക്കാറ്. ഈ ബംഗാളിൽ എവിടെയാ സ്വദേശം? ഡീഗ പ്രദേശത്തിലെ കുഞ്ചു ഗ്രാമം. ചേച്ചി ഇതുവരെ മലയാളം പഠിച്ചില്ലയോ? ഇല്ല, അവള് പഠിക്കാൻ വേണ്ടേ പുറകില. ട്യൂഷൻ എടുക്കാൻ ചെന്നതാ. ഞാൻ ഒടുവിൽ പഠിത്തം നിർത്തി കൂടെ പോകുന്നു. പഠിച്ചോണ്ട് വന്നതാണല്ലേ? എന്ത്? അല്ല, ഈ പ്രേമിച്ച് കെട്ടിയതാണല്ലേ? കുട്ടികളൊന്നും ആയില്ലേ? പിടി ഉറപ്പായി. നാട്ടിലോടൊന്നും പോവാറില്ലേ? നാട്ടിലൊന്നും പോകാൻ പറ്റില്ല. നിങ്ങൾ രണ്ടും 2 ജാതിയാ. അവിടെ കാലുകുത്തിയ നിങ്ങളിൽ ആരെങ്കിലും ഒരാളെ ജീവിക്കും. അഭിമാന കൊല്ലാന്ന് കേട്ടിട്ടില്ലേ? അതാ സംഭവം. ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചപ്പോൾ ഓടി പോന്നു. പല സംസ്ഥകളിലും പോയി. ഒടുവിൽ കേരളത്തിൽ മാതച്ചൻ സാറിന്റെ കൂട്ടുകാരന്റെ ചെറുപ്പ് കമ്പനിയിൽ ക്ലർക്കായിരുന്നു 3 വർഷം. ഇപ്പൊ അത് പൂട്ടി. അതാ ഇവിടെ. ആദ്യമായിട്ട് അന്യ സംസ്ഥാന ഒരു ക്ലർക്കിനെ കാണുന്നത്. സാധാരണ വർക്കപ്പണിക്കാരാണല്ലോ കാണാറ്. ഇപ്പൊ ജോലിയൊന്നും ഇല്ലേ? ഇല്ല, നോക്കുന്നുണ്ട്. എന്നാ ഞങ്ങൾ നടക്കട്ടെ. ചായക്ക് നന്ദി. ഓ, അതിനെന്താ നന്ദി, നമ്മള് അയൽക്കാരല്ലേ. ശരി ബൈ. നല്ല ചെറുപ്പക്കാരാ അല്ലേ?